പുഴയുടെ ആത്മാവറിഞ്ഞ ഒരു തോണിക്കാരനുണ്ടായിരുന്നു കുട്ടൻ നായർ. കാലം അദ്ദേഹത്തിന്റെ മുഖത്ത് ചുളിവുകൾ വീഴ്ത്തിയിരുന്നെങ്കിലും കണ്ണുകളിൽ പുഴയുടെ അതേ ശാന്തതയും ആഴവുമുണ്ടായിരുന്നു. ഒരു ദിവസം പട്ടണത്തിൽ നിന്നും വന്ന ഒരു ചെറുപ്പക്കാരൻ രാജൻ അദ്ദേഹത്തിന്റെ കടവിലെത്തി. വേഗം അക്കരെ പോകണം, എത്ര പണം വേണമെങ്കിലും തരാം. രാജന്റെ വാക്കുകളിൽ അഹങ്കാരം നിറഞ്ഞിരുന്നു. യാത്ര തുടങ്ങി. പുഴ ശാന്തമായിരുന്നു. രാജൻ തന്റെ പട്ടണത്തിലെ ജീവിതത്തെക്കുറിച്ചും വേഗതയേറിയ കാറുകളെക്കുറിച്ചും വാചാലനായി. നിങ്ങളെപ്പോലുള്ളവർ ഇപ്പോഴും ഈ പഴയ ലോകത്ത് ജീവിക്കുന്നതോർത്ത് എനിക്ക് അത്ഭുതം തോന്നുന്നു, അവൻ പുച്ഛത്തോടെ പറഞ്ഞു. കുട്ടൻ നായർ ഒന്നും മിണ്ടാതെ പുഴയുടെ ഓരോ ഓളങ്ങളെയും ശ്രദ്ധിച്ചു തുഴഞ്ഞുകൊണ്ടിരുന്നു. പെട്ടെന്നാണ് കാലാവസ്ഥ മാറിയത്. ആകാശം കറുത്തിരുണ്ടു. കാറ്റ് ശക്തിയായി വീശാൻ തുടങ്ങി. പുഴയുടെ ശാന്തമായ മുഖം മാറി അവൾ രൗദ്രഭാവം പൂണ്ടു. രാജൻ ഭയന്നു വിറച്ചു. എന്നാൽ കുട്ടൻ നായരുടെ മുഖത്ത് ഭയമായിരുന്നില്ല, മറിച്ച് വർഷങ്ങളുടെ അനുഭവസമ്പത്ത് നൽകിയ ആത്മവിശ്വാസമായിരുന്നു. ഒരു കൂറ്റൻ തിരമാല തോണിയിൽ വിഴുങ്ങാനായി പാഞ്ഞെടുത്തു. നമ്മൾ മരിക്കും, രാജൻ അലറി. എന്നാൽ ഒരു നിമിഷം പോലും പതറാതെ കുട്ടൻ നായർ തന്റെ സർവ്വശക്തിയും എടുത്തു തുഴഞ്ഞു. ആ ഒറ്റക്കുഴച്ചിൽ തോണി തിരമാലയെ വകഞ്ഞുമാറ്റി മുന്നോട്ട് കുതിച്ചു. രാജൻ അത്ഭുതത്തോടെയും ആദരവോടെയും ആ വൃദ്ധനെ നോക്കിയിരുന്നു. ഒടുവിൽ അവർ സുരക്ഷിതമായി അക്കരയെത്തി. കരയിലിറങ്ങിയ രാജൻ ഒരു കെട്ടുനോട്ടുകൾ കുട്ടൻ നായർക്ക് നേരെ നീട്ടി. അദ്ദേഹം അത് സ്നേഹത്തോടെ നിരസിച്ചുകൊണ്ട് പറഞ്ഞു, മോനെ, ഇന്ന് പുഴ നിന്നെ ഒരു പാഠം പഠിപ്പിച്ചു. അതാണ് എനിക്ക് കിട്ടിയ കൂലി. പണത്തേക്കാൾ വലുതാണ് അനുഭവസമ്പത്തും വിനയവുമെന്ന് രാജൻ ആ നിമിഷം തിരിച്ചറിഞ്ഞു.